ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ട്രോൾ വീഡിയോയുടെ റിയാക്ഷനാണ്. അത് വന്നേക്കുന്നത് ആൽബിൻ ജോഷിയുടെ പേജിലാണ്. 16th ഏപ്രിലിന് അപ്ലോഡ് ആയതാണ്. 15K ലൈക്സ് ഉണ്ട്, 231 ഡിസ്ലൈക്ക് ഉണ്ട്. പേര് റീൽസ് ഇനി പാലാ സജി ഭരിക്കും. ട്രോൾ വീഡിയോ പാലാ സജി റീൽസ് ട്രോൾ ആൽബിൻ ജോഷി. പാലാ സജി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ 1-2 വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഐ എം നോട്ട് ബീയിങ് ഹോറിബിൾ, പക്ഷേ എനിക്കെന്തോ അയാളുടെ വീഡിയോ കാണാൻ ഇഷ്ടമല്ല. പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ കരുതി ഓക്കെ നമുക്കൊരു ചലഞ്ച്, ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ കാണുമ്പോഴാണ് അത് ഒരു ചലഞ്ച് ആവുന്നത്, ഹീറോയിസം ആവുന്നത്. അപ്പം ഹീറോയിസമായിട്ട് ഞാൻ ഇന്ന് ഇങ്ങനത്തെ വീഡിയോ കാണാൻ പോവുകയാണ്. ലെറ്റ് മീ സീ ഹൗ ഇറ്റ് ഗോസ്. സോറി ഇൻ അഡ്വാൻസ്. അവൻ ആരാണെന്ന് മനസ്സിലാക്കാനായിട്ട് അവന്റെ പേര് തന്നെ ധാരാളമായി. ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല, സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ. ലുക്ക് തന്നെ എന്തോ ഒരു പ്രശ്നമാണ്. ദൈവത്തിന്റെ ഓരോ വികൃതികളെ. പ്രായം ഇനി താഴേക്ക് വരില്ല. നമ്മളെ നിയന്ത്രിക്കുന്നത് പക്ഷെ പ്രായമല്ല, വർഷങ്ങളുമല്ല, മനസ്സാണ്. മനസ്സ് വെച്ചാൽ നടക്കാത്തായിട്ട് ഒന്നുമില്ലടാ. ഇവനാളൊരു സകലകളവേല ഉണ്ടോടെ വല്ലവൻ. അപ്പൊ നീയോ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ അടുത്തായിട്ട് വരും. എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുലിവാല് പിടിച്ചിട്ടില്ല. പിന്നെ എന്തിനാ മുത്തേ ചേട്ടൻ ജീവിച്ചിരിക്കുന്നേ? തന്നെ ഞാനൊന്ന് തൊഴുതോട്ടെ. തൊലിക്കട്ടി സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഇതിനെ കണ്ടറിഞ്ഞൂടെ? എന്താ പഠിച്ചിട്ടില്ലാത്തതെന്ന് ചോദിക്കേ. എന്ത് തല്ലിപ്പുള്ളി പാട്ട് വന്നപ്പോ തൊട്ട് സഹിക്കണേ. ഓരോരുത്തർക്കും ഓരോ സന്തോഷം. നമ്മുടെ സന്തോഷം എന്താണാവോ? ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു. അത് കൊള്ളാം. ചാടി എണ്ണിക്കാൻ പറ്റില്ലല്ലോ. പറ്റാതെ ചാടി ഡൈവ് ചെയ്ത് ഇറങ്ങിയ ഒരു നിൽപ്പുണ്ടല്ലോ, കോരി കോരി തരിച്ചു പോയി. ആൾക്കാർ എഴുന്നേറ്റ് നിന്നായിരുന്നു കയ്യടി. എനിക്കത് മുഖത്ത് എക്സ്പ്രഷൻ കൊടുത്താൽ പിന്നെ നന്നാവും. എണീറ്റ് പോവാ. ചോറായാലല്ലേ അവര് ശ്രദ്ധിക്കും. ഇതേതാ രാജ്യത്ത് പുതിയൊരു പടം? ഞാൻ ഇങ്ങനെ തന്നെയാ. അതെന്താ എന്ന് ചോദിച്ചാ ഞാൻ അങ്ങനെ തന്നെ. ഇതൊന്നും അല്ലാത്തൊരു നീലാന്തെന്ന് വെച്ചാ അത് മറ്റാരും ആയി പോവും. എടോ, കാക്കിക്കുള്ളിലെ സംഗീതത്തെ കുറിച്ച് മഹാകവി വള്ളത്തോ പാടിയിട്ടുണ്ട്. നോക്കി നിൽക്കാതെ അങ്ങോട്ട് അടിച്ചു പൊളിക്കടോ കമ്മീഷണറെ. എന്താ സാറേ തനിക്കെന്താ ഇവിടെ കാര്യം? മരപ്പട്ടി കാര്യം പാട്ട് വേണ്ട. ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്താൽ പിന്നെ മറ്റവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പോലും ചിന്തിക്കാറില്ല. നിർത്ത്. ആക്ഷനും അർത്ഥമൊക്കെ കൊള്ളാം, പക്ഷെ നീ പാടണ്ട. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇയാൾ ഇതിനകത്ത് കിടന്ന് ഇനി എന്തെങ്കിലും മിണ്ടിയാ
ഞാൻ ഇയാളുടെ വായിക്കാത്ത എന്തെങ്കിലും കുത്തിക്കേ. എന്തത് പാടത്ത് കോലായിട്ട് നിൽക്കാൻ പോണോ? കോലോ? ഇത് കംപ്ലീറ്റ് വാടകയ്ക്ക് എടുത്തതാ. നിനക്കെന്താ ചീങ്ങുന്നുണ്ടോ? ഒരു വക കണ്ണടയും ടൈയും. ചൈന ഭാഷ ഇത്രയൊക്കെ ചപ്പാത്തിയും ചിക്കൻ കറിയും വേണമെന്ന് അതാ ഉദ്ദേശിച്ചത്. പിന്നെ പറയടോ. എടാ എനിക്കത് ഇപ്പോഴല്ലേ മനസ്സിലായത്. എന്താ ആ പാനപാത്രം ചെവിക്ക് പിടിച്ചിന്ന് തിരിച്ചെടുത്തേക്ക്. ഇത് പിടിച്ചേ. എന്താ ഇത്? ചെറുക്കന്റെ വീട്ടുകാരുടെ പരിപാടി, ലൈവ് ഷോ, ബോഡി ഷോ. സൽമാൻ ഖാൻ ആത്മഹത്യ ചെയ്യും. ചേട്ടാ ഇതുവരെ ആരും ഇത് പറഞ്ഞിട്ടില്ലേ? ഇല്ല, ആരും അങ്ങനെ എന്നോട് ഇതേ പറയാൻ സംസാരിച്ചിട്ടില്ല. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ചേട്ടനെ കണ്ട സൽമാൻ ഖാനെ പോലെ തന്നെ ഉണ്ട്. അക്ഷരം മാറിയൊന്നുമില്ലല്ലോ. ചേട്ടനെ കണ്ട സൽമാൻ ഖാനെ പോലെ തന്നെ ഉണ്ട് എന്നൊക്കെ പറയണെങ്കിലേ കണ്ണ് പൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇത് മന്ദബുദ്ധിയും. കണ്ണേറ് കോലം പോലെ. ഞാനോ? ഒരു സെക്കൻഡ്. എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ നല്ല ചുട്ട അടി കിട്ടും പറഞ്ഞു. അയ്യോ വേണ്ട വേണ്ട, ഇപ്പൊ പോയേക്കാം, ഇപ്പൊ പോയേക്കാം. ഞാൻ പോട്ടെ. കേന്ദ്രമന്ത്രി വന്ന് പോയി കാണും. അടുത്ത വരവിൽ വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. പോട്ടെ. എനിക്ക് ആ മനുഷ്യൻ ആരാന്നറിയത്തില്ല, എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ എനിക്ക് അങ്ങനെ വീഡിയോ കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇറ്റ്സ് ടു മച്ച് ഓഫുൾ. ആ കിടന്നിട്ട് ചാടി എണ്ണിച്ചത് വെൽ ഡൺ. അങ്ങനെ ചെയ്യാൻ എല്ലാവർക്കും ഒന്നും പറ്റത്തില്ല, എനിക്ക് പറ്റത്തില്ല. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ലൈക്ക് 10 പേരെടുത്തവർ ഒരാൾക്കായിരിക്കും പറ്റുന്നത്. സോ ഫോർ ദാറ്റ് ബാക്കിയെല്ലാം എൻ്റെ ചേട്ടാ. ഈ മനുഷ്യനെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ലൈക്ക് നോർമലി ഇങ്ങനെ തന്നെ ആണോ എന്ന് ഒന്ന് പറയുമോ? അതോ ഇനി ഇതിനു വേണ്ടി കാണിക്കാൻ വേണ്ടി കാണിക്കുന്നതാണോ? ഹോപ്പ്ഫുള്ളി കാണിക്കാൻ വേണ്ടി കാണിക്കുന്നതായിരിക്കണേ എന്നാണ് എൻ്റെ ആഗ്രഹം. ബിക്കോസ് ഇങ്ങനെയൊക്കെ ആൾക്കാർ നോർമലായിട്ടിരിക്കുമോ അറിയത്തില്ല. ട്രോള് കൊള്ളായിരുന്നു. പുള്ളിക്കാരൻ്റെ വീഡിയോ ആസ് ഐ എക്സ്പെക്റ്റഡ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാവരും കാണുന്നത്. ടേക്ക് കെയർ, ലവ് യു.